ഇന്ന് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാലക്കറിയാണ് കേട്ടോ. അത് കൂന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മഷ്റൂം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഗ്രാമ്പു ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അത് നല്ല ഗോൾഡൻ കളറായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് പിന്നെ ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ്. ഇടുന്ന എല്ലാ സാധനവും നല്ലപോലെ വഴന്ന് എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി എല്ലാം പാടെ കൂടിയുള്ള പൊടിയാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഉലുവൻ്റെ ഇലയാണത്. അതിന് ശേഷം പിന്നെ അതിലേക്ക് കഴുകി വെച്ച കൂനിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട്. കൂനിൽ നിന്ന് തന്നെ ഉള്ള വെള്ളം ഇറങ്ങി വരും. കൂനിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നതിന് ശേഷം ഞാനത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2-3 അണ്ടിപ്പരിപ്പ് എടുത്ത് കുതിർത്തിയതിന് ശേഷം അരച്ചതാണത്. അണ്ടിപ്പരിപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കണം. തിളച്ച് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്യാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും കൊണ്ട് അസ്സലാമു അലൈക്കും.